നമ്മൾ നോക്കാൻ പോകുന്നത് കൊത്ത എന്ന പറയുന്ന അതിമനോഹരമായ ഗ്രാമത്തിലെ കുറച്ച് മണ്ടൻ ഗുണ്ടകളുടെ കഥയാണ്. ഒരു പാൻ ഇന്ത്യൻ പടം ചെയ്ത് മോളിവുഡിൻ്റെ തലവര മാറ്റാൻ നിൽക്കുന്ന കുഞ്ഞിക്ക കൂട്ടാൻ നമ്മുടെ അഭിലാഷ് ജോഷി. പടം കാണുന്ന ഒരു പൊട്ടന്മാരെല്ലാം അങ്ങോട്ട് വട്ടത്തിലങ്ങ് മൂഞ്ചി. അങ്ങനെ മൂഞ്ചലിൻ്റെയും ഊക്കലിൻ്റെയും കൊത്തയുടെ കഥ ഇവിടെ തുടങ്ങിയാണ് ഗൈസ്. അങ്ങനെ മണ്ടന്മാർ മാത്രമുള്ള കൊത്തയിലേക്ക് ചാർജ് എടുക്കാൻ പോകുന്ന ഒരു പോലീസുകാരനെയാണ് ആദ്യം കാണിക്കുന്നത്. അതിനുശേഷം നായികയുടെ എൻട്രി. അങ്ങനെ നായിക വന്ന് നമ്മുടെ CI സാറിനോട് പറയും, ലഹരിയിൽ മുങ്ങിക്കിടക്കുന്ന കൊത്തയെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. എല്ലാവരും ഡ്രഗ്സിന് അടിമകളാണ്. എല്ലാത്തിനും കാരണം കണ്ണൻ ബായി എന്നൊരുത്തനാണ്. കണ്ണൻ ബായി ആണ് ഇതിനകത്ത് മെയിൻ വില്ലൻ. കണ്ണൻ ബായി എന്ന് പേര് മാത്രമേ ഉള്ളൂ, കണ്ണൊന്നും കാണുന്നില്ല. അങ്ങനെ കേട്ട പാതി കേൾക്കാത്ത പാതി CI കണ്ണൻ ബായിയെ കാണാൻ ഇറങ്ങുന്നു. ഇപ്പം കാണിച്ചു കൊടുക്കാന്നുള്ള മട്ടി പോയിട്ട് അവിടെ ചെന്ന് കണ്ണൻ്റെ നല്ല പെരുക്ക് കൊണ്ടിട്ട് തിരിച്ചു വരുന്നു. എന്നിട്ടൊരു കണ്ണടയും കൊടുക്കുന്നു. എന്തോ പുള്ളിക്ക് ആ കണ്ണട അത്രയ്ക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അത് പിന്നെ പുള്ളി ഊരിയിട്ടേ ഇല്ല. അങ്ങനെ ദൃഢങ്ക പുളകത്തിനായ ഷാഹുൽ സാർ പ്രതികാരം ചെയ്യാൻ വേണ്ടി കൊത്തയുടെ ചരിത്രം അന്വേഷിക്കാൻ തുടങ്ങും. ആരോടെങ്ങനെ ചോദിച്ചാലും പറയുന്ന ഒറ്റ പേര്, സോറി ആ രാജു അല്ല, ഇത് കൊത്തയിലെ ഒരേ ഒരു രാജാവ്. നീ കണ്ടിട്ടുണ്ടാവില്ല, ഹാർട്ട് സർജറി എന്ന് പറയും. അതെ, ഈ പടം തിയേറ്ററിൽ കണ്ടിറങ്ങിയവർക്ക് പലതരത്തിലുള്ള സർജറി വേണ്ടി വന്നു എന്നാണ് കേട്ടത്. അങ്ങനെ മുരുകന് മൂപ്പനെ പോലെ നമ്മുടെ രാജുവിനെ പൊക്കി പറയാനും ഇവിടെ ഒരാളുണ്ടായിരുന്നു, SI ടോണി. അങ്ങനെ SI ടോണി വഴി കൊത്തയുടെ ചരിത്രം ഷാഹുൽ സാർ അറിയുന്നു. അങ്ങനെ കൊത്ത ഉറപ്പിച്ചിരുന്നൊരു ഡോൺ ആയിരുന്നു രാജു. രാജുവിൻ്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു കണ്ണൻ ബായ്. പിന്നെ കണ്ണൻ ബായുടെ അമ്മ നല്ല സ്നേഹമുള്ളൊരു അമ്മ. രാജുവിനെയും കണ്ണനെയും രണ്ടുപേരെ ഒരേ ത്രാസിൽ തൂക്കുന്നൊരു തള്ള. രാജുമോനെ കൊണ്ട് പുറത്താരെ കൊണ്ടൊരു കുറ്റം പോലും പറയാൻ തള്ള സമ്മതിക്കത്തില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞൊരുത്തൻ്റെ അവസ്ഥ കണ്ടോണം. പക്ഷെ അവർക്ക് സ്നേഹക്കൂടുതലുള്ള മറ്റൊരാളുണ്ട്. അതാണ് ഈ പടത്തിലെ നായക. നായിക വന്ന് കയറി പറയുമ്പോഴത്തേക്കും കിട്ടി. അപ്പോഴത്തേക്കും മാസൊരു ഡയലോഗ് നായിക പറയും. അത് പറഞ്ഞു തീർന്നു രാജു വന്ന് പുള്ളിയെ കൊല്ലും. ഈ പുള്ളിയല്ലേ വന്ന് അങ്ങനെ പറഞ്ഞത്. ഞാനില്ല, പടം മുന്നോട്ട് പോകത്തില്ല, അതെനിക്കറിയാം. പുള്ളിക്ക് 100 കൈ അടിക്കട്ടെ, 10 ഞാൻ എടുക്കും. വാ തുറക്കാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് ഈ സിനിമയുടെ ഡയലോഗ്സ് ആണ് മെയിൻ. ഗുഡ്, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ ഗെറ്റ് ഫസ്റ്റ് ക്ലാസ്. മാസ് കാണിച്ചതാ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ? എന്നാൽ അതാ ഉദ്ദേശിച്ചത്. അങ്ങനെ പോകുമ്പോഴാണ് കണ്ണൻ ബായ് നമ്മുടെ രാജു ബായുടെ അച്ഛനെ കയറിയും ചൊറിയുന്നത്. അങ്ങനെ പുള്ളിക്കാരൻ കണ്ണൻ ബായി എടുത്തിട്ടൊന്ന് പൊതിക്കും. കണ്ണനെ തൊട്ട രാജു വെറുതെ ഇരിക്കും. സ്വന്തം അച്ഛനായപ്പോലും തല്ലൊന്നും പറഞ്ഞ് കയറി അങ്ങോട്ട് ചെന്ന് കൊടുത്ത് പുള്ളിയുടെ കണ്ണാക്കിന് പൊതിരെ അടി മേടിക്കും. എന്നിട്ട് തണ്ട് ഈ ഡയലോഗും കൂടെ അടിക്കും. എന്നിട്ട് ഇങ്ങ് പോരും. എന്നിട്ട് കണ്ണൻ്റെ അടുത്ത് വന്നൊരു വെറുപ്പീരും. പിന്നെ രാജുവിൻ്റെ പ്രേമം അതൊരു ഭയങ്കര സംഭവമാണ്. നല്ല ഭയഭക്തി ബഹുമാനമുള്ളൊരു കുട്ടി. രാജു ഏട്ടാൻ തികച്ച് വിളിക്കില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആൾക്കൊരു ബെസ്റ്റ് കൂടിയുണ്ട് ഗൈസ്. ലവനാണ് ആ ബെസ്റ്റ്. രാജുവിനോട് ശരിക്കും സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, രാജുവിനെ പേടിച്ചിട്ടാണ് കുറേ അവളിങ്ങനെ നടക്കുന്നത്. പക്ഷെ അവൾക്കിങ്ങനൊരു ബെസ്റ്റ് ഉള്ള കാര്യം രാജുവേട്ടൻ അറിയുന്നില്ല. അവൾക്ക് ആൾക്കാരെ തല്ലുന്നതിനോ കൊല്ലുന്നതിനോ ഒന്നും ഒരു വിഷയമില്ലായിരുന്നു. ഒരേ ഒരു കാര്യം മാത്രം, ഇവിടെ കഞ്ചാവ് കച്ചവടം നടത്താൻ പാടില്ല. അങ്ങനെ വിശാല മനസ്കനായ രാജു കൊത്തയിലെ അത്രയും വലിയൊരു ബിസിനസ് പുള്ളി അവൾക്ക് വേണ്ടി നിർത്തുന്നു. ആ ലെവലിലുള്ളൊരു പ്രേമം അനശ്വരമായ പറയാൻ വാക്കുകളില്ല ഗൈസ്. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോടെന്ന് പറയുന്ന പോലെ തന്നെ കണ്ണൻ അപ്പോഴും ഒരു നോട്ടം അതിലുണ്ടായിരുന്നു. അതിലല്ല, ആ കച്ചവടത്തിൽ. അങ്ങനെ ഈ ബെസ്റ്റിയും രാജുവും തമ്മിൽ നേരിട്ട് കാണുന്ന സീനൊക്കെ ഉണ്ട്. മാസ് മരികം. കൊത്തയിലെ മാസ് ഒന്ന് കാണിച്ചു കൊടുക്കും രാജു. ഈ ഡയലോഗിന് ചേർന്ന BGM മറ്റു തന്നെയായിരുന്നു. രാജുവേട്ടാന്ന് വിളിച്ച് പുറകെ നടന്ന് കാമുകി തന്നെ ചതിക്കുകയാണെന്നറിഞ്ഞ രാജു ആ ബന്ധം അവിടെ നിന്ന് ഒഴിവാക്കും. പുള്ളിയെ മൂഞ്ചിക്കുകയെന്ന് പുള്ളിക്ക് മനസ്സിലായി. വിഷമമുണ്ട്, നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ട കളികൾ ഓർത്ത് വിഷമമുണ്ട്. അങ്ങനെ കളികൾ നഷ്ടമായ വേദനയിൽ കുടിയും വലിയുമായി വിരഹത്തിൻ വേദനയേറിയ പ്രണയിക്കു ഒരു വട്ടം പാടി നടന്ന രാജുവിനെ കണ്ണമ്പായി ഒരു മൂഞ്ചിരങ്ങ് മൂഞ്ചിക്കും. കണ്ണമ്പായ്ക്ക് അതിലൊരു നോട്ടം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. രാജു അറിയാതെ കണ്ണൻ അങ്ങ് ഏറ്റെടുത്ത് നടത്തും. ഇതെങ്ങനെയോ രാജു അറിയുന്നു. അങ്ങനെ വെറികൊണ്ട രാജു വന്ന് കണ്ണൻ്റെ കണ്ണിടിച്ച് കലക്കുന്നു. കണ്ണിടിച്ച് കലക്കിയിട്ട് എന്താ കാര്യം? എല്ലാവരും ഊക്കി വിടുമല്ലേ. പ്രേമിച്ച പെണ്ണിൻ്റെ വക ഒരു ഊക്ക്, കൂടെ നടന്ന ചങ്കിൻ്റെ വക ഒരു ഊക്ക്.
അങ്ങനെ ഊക്കലുകൾ മേടിച്ചു കൂട്ടാൻ രാജുവിൻ്റെ ജീവിതം ഇനിയും ബാക്കി. അങ്ങനെ ഉത്തരത്തിലിരിക്കുന്നതും പോയി കക്ഷത്തിയിരിക്കുന്നത് കിട്ടിയതുമില്ലെന്ന് പറഞ്ഞ് മൂഞ്ചിത്തിരിക്കുന്ന രാജുവിൻ്റെ അടുക്കൽ രാജുവിൻ്റെ അമ്മ വന്ന് പറയും, നീയോ ഇങ്ങനായി, നിൻ്റെ അനിയത്തിക്ക് വേണ്ടിയെങ്കിലും നീ നാട്ടിൽ നിന്ന് പോയി തരണം പ്ലീസ്. അതോടെ രാജു ആകപ്പാടെ ഡൗണായി നാട്ടിൽ നിന്ന് തെറിക്കുകയാണ്. അങ്ങനെ രാജു പോയ ശേഷം കൊത്തയുടെ രാജഭരണം കണ്ണൻബായി ഏറ്റെടുക്കും. എന്നിട്ട് വേറൊരു ഡോണിനെ കൊന്നിട്ട് അയാളുടെ ഭാര്യ അടിച്ചുകൊണ്ട് പോരും. ഒരു ബെല്ലാത്ത ജാതി കഥ തന്നെ ഗൈസ്. അങ്ങനെ രാജുവിൻ്റെ കഥ കേട്ടതിന് ശേഷം CI സാറ് പറയും, രാജുവിനെ നമുക്കൊന്നുകൂടെ പിടിച്ചു വരുത്തി ഒന്ന് മൂഞ്ചിച്ച് വിട്ടാലോ എന്ന്. അപ്പം നമ്മളെല്ലാവരും വിചാരിക്കും രാജു എവിടെയാണ്, വല്ല ബോംബെയിൽ പോയി ഡോണായോ മോൺസ്റ്ററായോ എന്ന്. പക്ഷേ ഇല്ല, രാജു നേരെ പോകുന്ന നോർത്ത് ഇന്ത്യയിലേക്കാണ്. അവിടെ പോയി ആപ്പിൾ കച്ചവടം ചെയ്ത് സുഖജീവിതം. അവിടെ രാജുവിന് മറ്റൊരു പേരുണ്ട്, അല്ലല്ല രാജു മദ്രാസി. ആ പാവം പിടിച്ചോ UP പോയി കഷ്ടപ്പെട്ടോടെ ആപ്പിൾ കച്ചവടവും അല്ലറ ചില്ലറ ഗുണ്ടായിസവുമായി നടന്ന രാജുവിനെ ഇമാര് വിളിച്ചു വരുത്തി ഊക്ക് മേടിച്ച് കൊടുക്കുവാണ് ഇനി. അതിനുവേണ്ടി രാജുവിൻ്റെ പെങ്ങളെ കണ്ണൻബായുടെ അടിയൻ ശല്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തും. നല്ലൊരു പയ്യൻ, ലക്ഷണമൊത്തൊരു പയ്യൻ, പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ. പക്ഷെ അതൊരു കുഴപ്പമല്ല, അവൻ തന്നെ പറയുന്നുമുണ്ട്. ഇതറിഞ്ഞ് രാജു നാട്ടിലെത്തുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി ചെറുക്കൻ്റെ കുരവള്ളി പിടിച്ച് വലിച്ചു പറിച്ച് കൊല്ലുന്നു. അളിയനെ കൊന്നതറിഞ്ഞതും കണ്ണൻബായി നേരെ രാജുവിനെ കാണാൻ വരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് രാജു സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കുന്നത്. എനിക്കൊരു ദിവസം നമ്മുടെ ഗ്രൗണ്ടിൽ ഇറങ്ങി പന്ത് തട്ടണമെന്നുണ്ട്, നീ ഉണ്ടാവില്ലേ? ശരിടാ, ഞാൻ വരാം, പോട്ടെ. ഇത് കേട്ടപ്പോഴേക്കും കണ്ണൻബായി ആളങ്ങ് തണുത്തു കഴിച്ചു. നല്ല മനുഷ്യൻ. ഇതും പറഞ്ഞ് പുള്ളി അങ്ങ് പോകുന്നു. അങ്ങനെ കൂട്ടുകാരൻ്റെ വിശേഷമല്ല സ്വന്തം ഭാര്യയോട് ചെന്ന് പറയുന്നുണ്ട്, അവൾ ചവിട്ടി വെളിയിലാക്കും. പിന്നെ സ്വന്തം അനിയനെ കൊന്നവൻ്റെ അടുക്ക് പോയി വിശേഷം തിരക്കിയിട്ട് വന്ന് ഇങ്ങനെ ഇവിടുത്തെ ഡോണാണ്, എന്ത് ഡോണാണ്. അങ്ങനെ പുള്ളി വീണ്ടും രാജുവിൻ്റെ അടുക്ക് വന്ന് പിന്നെയും കമ്പനിയാവും. അങ്ങനെ ഭാര്യ പിണങ്ങിപ്പോയതിൻ്റെ കലിപ്പിൽ രാജുവിനോട് കലിതുള്ളി നിൽക്കുന്ന കണ്ണൻബായി രാജുവിനെ കൊല്ലാനായി മറ്റൊരു പ്രൊഫഷണൽ കില്ലറെ ഏർപ്പാടാക്കുന്നു. അതെ, സമർത്ഥനായ പ്രൊഫഷണൽ കില്ലർ. അത് മറ്റാരുമല്ല, സൗബിക്ക. വെറൈറ്റി കൊലകൾ മാത്രം ചെയ്തിട്ടുള്ള നമ്മുടെ സൗബിക്ക. പണ്ട് ബാസ്ക്കറ്റ് കില്ലിംഗ് ആണെങ്കിൽ ഇപ്പോൾ സൂട്ട് കേസ് കില്ലിംഗ് ആണ്. അങ്ങനെ സൗബിക്ക നേരെ രാജുവിൻ്റെ മുറിയിലേക്ക് കയറുന്നു. ഇനി എന്താ ഗൈസ് നടക്കുന്നത്? അങ്ങനെ രാജു സൗബിക്ക ഇടിച്ച് അച്ചാറാക്കും. എന്നിട്ട് പുള്ളി കൊണ്ടുവന്ന് സൂട്ട് കേസിനകത്ത് പുള്ളിയുടെ തല വെച്ച് കൊടുത്ത് കണ്ണൻബായിക്ക് അയച്ചു കൊടുത്തിട്ട് പറയും ഇണക്കത്തി കൊണക്കല്ലെന്ന്. അവൻ്റെ കയ്യിൽ ആയതൊന്നുമില്ല, ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഭയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജു പഴയ കാമുകിയെ കാണാൻ പോകുന്നത്. അവർ കണ്ടും സെറ്റായി വരുമ്പോഴത്തേക്കും കണ്ണൻബായി അവളെ പുറകിൽ നിന്ന് കുത്തും. അതിനുശേഷം രാജുവിൻ്റെ അച്ഛനെ കൊല്ലും. ഇങ്ങനെ കാണിക്കുന്നതാണോ ദുഃഖം? അങ്ങനെയൊന്നും ഞാൻ കാണിച്ചു. പിന്നെ പറയണ്ടല്ലോ, റിവെഞ്ചാണ് ഗൈസ്. അങ്ങനെ രാജുവിൻ്റെ അച്ഛനെ കൊന്നവനെ രാജു അവിടെ പോയി കൊല്ലും. ആഹാ, ഒരാൾ ചത്ത് കിടക്കുമ്പോൾ കാണിക്കാൻ പറ്റിയ സീൻ, പറ്റിയ ചിരി. പിന്നീട് കണ്ണൻബായി തന്നെ നേരിട്ട് കളത്തിലിറങ്ങും. രാജുവിനെ അവിടെ നിന്ന് തൂക്കും. പക്ഷെ അവിടെയും പരാജയം. രാജു അവിടെ നിന്ന് സ്കേപ്പാവും. രാജുവിനെ ഒറ്റിക്കൊടുത്ത് ആരാന്നറിയണ്ടേ ഗൈസ്? അതാണ് വമ്പൻ ടേസ്റ്റ്. കണ്ണൻബായുടെ അമ്മ, അതായത് രാജുവിനെയും കണ്ണനെ ഒരേപോലെ സ്നേഹിച്ച രാജുമോനെ കുറ്റം പറയുമ്പോൾ മുഖത്ത് ചൂടുവെള്ളം കോരി ഒഴിക്കുന്ന ഈ തള്ള ഇവരാണ് രാജുമോനെ തന്നെ ഒറ്റിക്കൊടുത്തത്. എന്തിനാണെന്നറിയാമോ? പിന്നെ പൂച്ചയെ കൊന്നു കളയുമെന്ന് പറഞ്ഞപ്പോഴാ അമ്മ വഴങ്ങിയത്. ഇതൊക്കെയാണ് ഈ പടത്തിൻ്റെ കുഴപ്പം. അങ്ങനെ ഈ ഒരു പൂച്ചയ്ക്ക് വേണ്ടി രാജുവിനെ ഒറ്റിക്കൊടുക്കും. പിന്നെയും രാജുവും കണ്ണൻ തമ്മിൽ കാണും. അങ്ങനെ കാണുമ്പോഴാണ് ഇന്ത്യ അറിയാത്ത, കേരളം അറിയാത്ത, കൊത്ത അറിയാത്ത രഹസ്യം രാജു പറയുന്നത്. ഇത്ര നാൾ അളിയനാന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നവൻ ശരിക്കും അവൻ്റെ അളിയനല്ല അനിയനാന്ന് പറഞ്ഞ് നീ പൊട്ടനെ പറ്റിച്ച പയ്യൻ നിന്റെ മോനാണെന്ന് എനിക്കറിയാം എന്നുള്ള സത്യം കണ്ണൻ അവിടെ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് രാജു കണ്ണനെയും കൊല്ലും, കണ്ണൻ്റെ ടീമിനെയും കൊല്ലും. എന്നിട്ട് നേരെ കാശ്മീരിലേക്ക് പോയി ആപ്പിൾ വിറ്റ് ജീവിക്കും. ഇത് ചത്തില്ലായിരുന്നു. പടം കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ടൈലൻറ്റും കൂട്ടിയിട്ടാണ് പടം നിർത്തുന്നത്. അങ്ങനെ നമുക്ക് കാത്തിരിക്കാം രാജുവിൻ്റെ രണ്ടാമത്തെ അപരാധത്തിനായി. ഒരു കാര്യം ഉറപ്പിച്ചു, ഇത് കൊത്തയുടെ വിധിയാണ്.